ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്. എഗ് സാൻഡ്വിച്ച്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബ്രെഡും ഉണ്ടാവും, മുട്ടയും ഉണ്ടാവും. അത് വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സാൻഡ്വിച്ചാണിത്. ഇതിൽ നമ്മൾ മയോണൈസ് ഒന്നും ചേർക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവോള കൊത്തിയരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 കപ്പോളം ക്യാരറ്റ് ചെറുതായത് അരിഞ്ഞതാണ്. ഇതിന് പകരമായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്യാരറ്റ് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് കുറേ മല്ലിയില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതേപോലെ തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ പച്ചമുളകും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു എഗ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട അത്യാവശ്യമാണ്. 2 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒരു ഫോക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാഞ്ഞേ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വയ്ക്കുക. ആ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ എണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ തവി കൊണ്ടിട്ട് ജസ്റ്റ് ഇതേപോലെ സൈഡിലേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. അതായത് പാനിൻ്റെ നടുഭാഗത്ത് വരുന്ന പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടിഭാഗം നന്നായിട്ട് കുക്കായ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇപ്പോൾ കാണുന്ന പോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ അടിഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ രണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് കുക്കായി കിട്ടുമ്പോൾ നമുക്കിതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നെയ്യ് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ തേച്ച ഭാഗം അടിഭാഗം വരുന്ന രീതിയിൽ നമുക്ക് പാനിൻ്റെ അവിടേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മറിച്ചിട്ടപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഇനി മറ്റേ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ചീസിൻ്റെ ഷീറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഓംലെറ്റിൻ്റെ ആ ഒരു പീസാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മറ്റേ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ടൊമാറ്റോ സോസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ അധികം ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് മറ്റേ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മറ്റേ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ഫില്ലിങ്ങും ആണ്. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ക്യാരറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും നമ്മുടെ ഈ സാൻഡ്വിച്ചിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ താങ്ക്